ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അത്തം ഇന്നായി. തിരുവോണത്തിന് ഇനി 10 ദിവസമേ ഉള്ളൂ. നമുക്കപ്പോൾ ഓരോ ദിവസവും ഓരോ ഓണം സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ വിഭവങ്ങളൊന്നും തയ്യാറാക്കിയാലോ. നമ്മൾ ചെറിയൊരു പൂക്കളമൊക്കെ ഇട്ടു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുളിയിഞ്ചി ഉണ്ടാക്കാം. ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്ന നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള പഴയകാല സ്വാദ് പുളിയിഞ്ചി. അത് നമുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 50 ഗ്രാം വാളംപുളി എടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം, അതായത് ഒരു 300 മില്ലി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനായിട്ട് കുറച്ച് കൂടുതൽ 10 അല്ലി ചുമന്നുള്ളി, ഒരു 3 തണ്ട് കരിയാപ്പില, 3 വറ്റൽമുളക്, ഒരു 3 പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 സ്പൂണ് പൊടിച്ച ശർക്കരയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ ചൂടായി വന്നപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടിയപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ആ ചുമന്നുള്ളി ഒന്ന് വഴറ്റിയെടുത്ത് ചെറുതായി ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ കൂടെ ചേർക്കാം. ഇതിപ്പോൾ ഈ എടുത്തിരിക്കുന്ന 150 ഗ്രാം ഇഞ്ചിക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ ഈ എരിവ് മതി. പിന്നെ 2-3 വറ്റൽമുളകും ഇട്ട് കൊടുത്തു. ഫ്രഷാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ കുറച്ച് സമയം, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിക്ക് വാടി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇഞ്ചിയിലെ ജലാംശം എല്ലാം നന്നായി വറ്റുന്നത് വരെ നമ്മളത് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഉപ്പ് ഇട്ട് കഴിയുമ്പോൾ എന്തായാലും ജലാംശമൊക്കെ വേഗം വലിഞ്ഞ് നമ്മുടെ ഇഞ്ചിയൊക്കെ ഡ്രൈ ഫ്രൈ ആയി കിട്ടും. ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു റെഡ് കളറൊക്കെ വരണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചി പാകമായിട്ടുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ സിറപ്പ് മാത്രം നമുക്ക് നമ്മുടെ ഇഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് കിടന്ന ഇഞ്ചി അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കായപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുമ്പം എണ്ണയിൽ നേരിട്ടിട്ടാലും നല്ലതാണ്, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഒരു എരിവിൻ്റെ കുത്തലൊന്നും ഉണ്ടാവില്ല നമ്മൾ നേരിട്ട് ഈ കുറുകി വന്ന പുളിയുടെ മിശ്രിതത്തിലേക്ക് ഒഴിക്കുമ്പം. പിന്നെ നമ്മളൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ ഒരു 1/4 സ്പൂണ് ഉലുവായും കൂടെ പൊടിച്ചത് ചേർക്കാം. പിന്നെ ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ശർക്കര കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഈ സമയമൊക്കെ നമ്മുടെ തീയ ഫ്ലെയിം താഴ്ത്തി വെക്കണം കേട്ടോ. ഒരു വക കുറുകി വന്നു തുടങ്ങിയാൽ തീ സിമ്മിലേക്കിട്ട് പരമാവധി എൻ്റെ ജലാംശം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ പുളിയിഞ്ചി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകി നല്ല തൊട്ട് കൂട്ടാൻ കണക്കിന് ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ പുളിയിഞ്ചിയൊക്കെ നമ്മൾ സദ്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഇതിനൊരു കയ്പ്പടിക്കുമല്ലോ ഇഞ്ചിക്ക്. പിന്നെ ഇതിൻ്റെ മധുരവും ഉപ്പും ഒക്കെ അതിനോട് പിടിച്ച് കഴിയുമ്പം ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ തനി നാടൻ സദ്യകളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് ഇഞ്ചിക്കറി. നമ്മുടെ വയറിൻ്റെ ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും ഉചിതമായ ഒരു വിഭവമാണ് ഈ ഇഞ്ചിക്കറി കേട്ടോ. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് തൊടണേ. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും കിട്ടും. ഇനി ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും താങ്ക് യു.